ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാറ്റിൽ പരന്ന സുഗന്ധം എന്ന നോവലാണ്. അതിൻ്റെ 24-ാമത്തെ അധ്യായമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ നോവലിലേക്ക് പോയാലോ? പിന്നെ നീ പറഞ്ഞ കാര്യം, ആനെക്കൊണ്ടൊന്ന് പാർവതിയെ കാണിക്കുന്ന കാര്യം സുശീല ഓർമ്മിപ്പിച്ചു. ആ കാര്യം ഞാനേറ്റു. ചേച്ചി ഒന്ന് സമാധാനമായിട്ടിരിക്കേ, രജനി പറഞ്ഞു. രജനി പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് സുശീലയ്ക്ക് അറിയാമായിരുന്നു. എന്തിനും പോംവഴി കണ്ടുപിടിക്കാൻ കഴിവുള്ളവളാണ് അവൾ. രാവിലെ 7 മണിയായപ്പോഴേക്കും ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോകാൻ ഗാഥ വേഷം ധരിച്ച് തയ്യാറായി. ഇസ്തിരിയിട്ട വെള്ള ഓവർകോട്ടുമായി സുരഭി വന്നു. അമ്മയും ചേച്ചിയും വന്നതിന് ശേഷമാണ് ഇത്തിരി വെടിപ്പായി നടക്കാനൊക്കെ പറ്റുന്നത്. മുൻപൊക്കെ കയ്യിൽ കിട്ടുന്നിടത്ത് ഉടുത്തൊരൊറ്റ ഓട്ടമായിരുന്നു. ഒന്നിനും സമയം കിട്ടത്തില്ലായിരുന്നു. ഗാഥ പുഞ്ചിരിച്ചു. ഇത് തന്നെയാണ് ധന്യയും രോഷ്ണിയും പറഞ്ഞത്. എന്നിട്ട് എനിക്കൊരു കോംപ്ലിമെൻറ്റും. അമ്മമാരായാൽ സുരഭി ആൻറ്റിയെ പോലെ ആവണമെന്ന്. അത് അവളുമാരെ അമ്മയെ സോപ്പിടുന്നതല്ലേ? ആണോ? എന്നാലും കേൾക്കാനൊരു സുഖമുണ്ട്. സമയം കളയാതെ വല്ലതും കഴിച്ചിട്ട് വേണം പോകാൻ. മാച്ചേച്ചി ഇന്ന് എന്താ ഉണ്ടാക്കിയത്? അപ്പവും മുണ്ടറോസ്റ്റും. അപ്പം നാളെ തന്നെ തുണിക്കടയിലൊന്ന് പോകേണ്ടി വരും, ഗൗരവഭാവത്തിൽ ഗാഥ പറഞ്ഞു. അതെന്തിനാ? ഉടുപ്പൊക്കെ ഇറുക്കായി തുടങ്ങിയെന്നേ. മാസം 1 കിലോയിലെങ്കിലും വെയിറ്റ് കൂടുന്നുണ്ട്. എന്നാൽ ദിവസം കഞ്ഞിയും ചമ്മന്തി മതി എന്ന് മായോട് പറയാം. ചതിക്കല്ല എൻ്റെ പൊന്നമ്മേ. ഗാഥ കളിയാക്കി കൈയെടുത്ത് തൊഴുതു. സൂരജിനെ കാണാറുണ്ട് നീ? വെറുതെ എന്ന മട്ടിൽ സുരഭി ചോദിച്ചു. മിക്ക ദിവസം കാണാറുണ്ട്. ഇന്നലെയും കണ്ടിരുന്നു. എന്താ അമ്മ ചോദിച്ചത്? വെറുതെ. എന്തോ ആവശ്യത്തിന് സിറ്റിയിൽ ചെന്നപ്പോൾ സേതുവിൻ്റെ ഓഫീസിലും ചെന്നിരുന്നു എന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും വലിയ കമ്പനിയാണെന്ന് തോന്നുന്നു. എനിക്കതൊന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല, അരിശന്നടിച്ച് ഗാഥ പറഞ്ഞു. അതെന്താ? എന്നേക്കാൾ അടുപ്പമൊന്നും വേണ്ട സേതു അങ്കിളിന് സൂരജിനോട്. അസൂയ പാടില്ല മോളെ, ചിരിച്ചുകൊണ്ട് സുരഭി പറഞ്ഞു. എനിക്ക് അസൂയൊന്നുമില്ലമ്മേ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. അവർ നല്ല കമ്പനിയാകട്ടെ. അപ്പോഴാണ് ധന്യയുടെ വിളി വന്നത്. എടി നീ വരുന്നില്ലേ? അപ്പം തീരാറായി. ഡൈനിങ് ടേബിളിൽ നിന്നും ധന്യയുടെ വിളി വന്നു. കൊതിച്ചുകളെ തീർക്കല്ലേ, ഞാൻ വരുന്നുണ്ട്, ഗാഥ പറഞ്ഞുകൊണ്ട് അവൾ കഴിക്കാനായി ചെന്നു. ധന്യയും രോഷ്ണിയും കഴിച്ചു കഴിയാറായിരുന്നു. എടീ, മുട്ട റോസ്റ്റ് അടിപൊളി റോസ്റ്റാണ്. ചേച്ചിയെ പുറത്തേക്കൊന്നും ഇറക്കണ്ട, വല്ല 5 സ്റ്റാർ ഹോട്ടലുകാരും തട്ടിക്കൊണ്ടുപോകും, രോഷ്ണി പറഞ്ഞു. പാവം ചേച്ചി കേൾക്കണ്ട, ബോധം കെട്ട് വീഴും നിൻ്റെ ബടായി കേട്ടാൽ. 3 പേര് വേഗം ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു. ഞങ്ങൾ പോയിട്ട് വരാം ആൻറ്റി, വൈകുന്നേരം വന്നിട്ട് കാണാം, ധന്യ യാത്ര പറഞ്ഞു. സുരഭി തല കുലുക്കി. 3 പേരും ലിഫ്റ്റിൽ താഴേക്ക്. രോഷ്ണിയാണ് കാറ് ഡ്രൈവ് ചെയ്തത്. ഹോസ്പിറ്റലിൽ ചെന്നപാടെ 3 പേരും അവരവരുടെ വാർഡുകളിൽ ചെന്ന് ഡ്യൂട്ടിയിൽ ചേർന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഗാഥയെ അന്വേഷിച്ച് സൂരജ് വന്നു. എന്താ സൂരജ്? അവൾ ചോദിച്ചു. ഒന്നുമില്ല, വെറുതെ. ഈ ഇടയായി സേതുവങ്ങളുമായിട്ട് കറക്കം കൂടുന്നുണ്ടല്ലേ? ആര് പറഞ്ഞു? സൂരജ് ഒന്ന് പവച്ചു. അങ്കിളെല്ലാം പറയാറുണ്ട്. അയാളൊന്ന് ഞെട്ടി. എന്തു പറഞ്ഞു അങ്കിള്? ഒന്നിച്ചു പോയി ഫുഡ് കഴിച്ച കാര്യവും നിങ്ങൾ രണ്ടുപേരും കൂടി ചില ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അവൾ അറിയിച്ചു. വേറൊന്നും പറഞ്ഞില്ലേ? വേറെന്താണ്? അമ്പലപ്പുഴയിൽ ഒരു ദിവസം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അക്കാര്യമൊന്നും പറഞ്ഞില്ല. സേതു അങ്കിൾ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമ്മയും എന്നെയും കൂടെ കൂട്ടും, അവൾ പറഞ്ഞു. സൂരജിന് സമാധാനമായി. വേറൊന്നും പറഞ്ഞിട്ടില്ല. സേതു അങ്കിൾ വാക്കു വലിച്ചു. ഞാനിന്ന് വൈകുന്നേരം അമ്പലപ്പുഴയ്ക്ക് പോകുന്നുണ്ട്, സൂരജ് പറഞ്ഞു. എന്താ ഇത്ര പെട്ടെന്ന്? ഗാഥ ചോദിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയ്ക്കൊന്ന് കാണണമെന്ന് തോന്നും. ഒന്ന് വാടാ എന്ന് പറയും. ഞാനൊന്ന് ചെന്നിട്ട് പോരും, അത്രയേ ഉള്ളൂ. എനിക്ക് സൂരജിൻ്റെ അമ്മയെ കാണാൻ ആഗ്രഹമുണ്ട്. ഒരിക്കലും ഞാൻ കൊണ്ടുപോകാം. ഇന്ന് വേണ്ട ഓമലാളെ അല്ലേ? അവൾ ചോദിച്ചത് കേട്ട് അയാൾ ചിരിച്ചു. എപ്പോഴാണ് വീട്ടിലേക്ക് പോകുന്നത്? അവൾ ചോദിച്ചു. 3 മണിയാകുമ്പോൾ ഇറങ്ങും. സന്ധ്യയ്ക്ക് മുമ്പ് അവിടെ ചെല്ലണമെന്നാണ് ആഗ്രഹം. പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും? അവൾ ഇണത്തി ചോദിച്ചു. പാൽപ്പായസം കൊണ്ടുവരാമായിരുന്നു, പക്ഷെ വരുമ്പോൾ രാത്രിയാവും, അപ്പോഴേക്കും ചീത്തയാവും. പറഞ്ഞു കൊതിപ്പിക്കാൻ മിടുക്കനാണ് സൂരജ്, അവൾ പരിഭവിച്ചു. ശരി, ഞാനൊന്നും പറയുന്നില്ല, സൂരജ് ഗൗരവം നടിച്ചു. നടക്കാത്ത കാര്യമാണെങ്കിലും കേൾക്കാനൊരു സുഖമുണ്ട്. എന്തായാലും പോയിട്ടോ, അവൾ പറഞ്ഞു. ഉള്ളൂരിൽ നിന്ന് 3:30 മണിയായപ്പോൾ സൂരജിൻ്റെ ഒരു എറണാകുളം സൂപ്പർ ഫാസ്റ്റ് കിട്ടി. ബസ്സിലിരിക്കുമ്പോൾ ഗാഥയെക്കുറിച്ചാണ് അയാൾ ആലോചിച്ചത്. അമ്മയെക്കുറിച്ച്. അമ്മയോട് സംസാരിക്കണം.
ഗാഥയെ വിവാഹം കഴിച്ചാൽ അമ്മ ഭയപ്പെടുന്ന പോലെയൊന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. പക്ഷേ അമ്മയ്ക്കത് മനസ്സിലാക്കാൻ പറ്റുമോ അറിയില്ല. എങ്കിലും ശ്രമിച്ചു നോക്കണം. സൂരജ് വീട്ടിൽ ചെന്നപ്പോൾ സുഷീല സന്ധ്യാദീപം വെക്കുകയായിരുന്നു. നീ വന്നോ? ഞാൻ വിചാരിച്ച് വൈകുമെന്ന് അയാളെ കണ്ട് സുഷീല പറഞ്ഞു. ഇതിലും നേരത്തെ വരണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഷൂസ് അഴിച്ചു വെച്ച് സൂരജ് വരാന്തയിലേക്ക് കയറി. കുളിച്ചിട്ട് മതിയോ ചായ, അതോ? കുളിച്ചിട്ട് വരാം അമ്മേ. അയാൾ കുളിച്ച് വേഷം മാറി വന്നപ്പോഴേക്കും സുഷീല ചായ ഉണ്ടാക്കി ഗ്ലാസ്സിലേക്ക് പകർന്ന് ഊണുമേശയിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നു. ഇന്ന് അസിസ്റ്റൻ്റ് വന്നില്ലേ? ചായ എടുത്തുകൊണ്ട് അയാളെ തിരക്കി. നീ വരുന്ന കാര്യം അവളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വരുമ്പോഴല്ലേ പാവത്തിന് അമ്മ ലീവ് കൊടുക്കുകയുള്ളൂ. ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ലീവാണെങ്കിലും നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് അവൾ പോയത്. സുഷീല പറഞ്ഞു. കരിമീൻ കിട്ടിയോ? നാളെ രാവിലെ കൊണ്ടുവരും. മത്തി പൊരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ചൂട പറ്റിച്ചതും. നിനക്ക് സ്പെഷ്യലായിട്ട് മത്തങ്ങ അരിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോൾ രജനി ചേച്ചിക്ക് ഒരു സാരി വാങ്ങിച്ചു കൊടുക്കണം. ചുരിദാറായാലും മതി, അമ്മ പറഞ്ഞു. ഏറ്റു. നാട്ടിലെ വിശേഷങ്ങൾ പറയുന്നത് കേട്ട് സൂരജ് ഇരുന്നു. പരിചയമുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. അവിടെ ഹോസ്പിറ്റലിൽ എന്തൊരു വിശേഷം? ഒടുവിൽ സുഷീല ചോദിച്ചു. അവിടെ എന്നും വിശേഷങ്ങളല്ലേ ഉള്ളൂ. ഓർത്തോയിൽ കൂടുതൽ വരുന്നത് ആക്സിഡൻറ്റ് കേസുകളാണ്. എല്ലുകൾ ഒടിയുകയോ പൊട്ടുകയോ ചെയ്യാതിരിക്കില്ല മിക്ക ആക്സിഡൻറ്റുകളും. ആ കുട്ടിയെ കാണാറുണ്ടോ? സുഷീല ചോദിച്ചു. ഗാഥയുടെ കാര്യമാണ് അമ്മ ചോദിച്ചത്. മിക്കവാറും ദിവസവും കാണാറുണ്ട്. അവളിപ്പോൾ വലിയ സന്തോഷത്തിലാണ്. ട്രാൻസ്ഫറായി അമ്മ അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. കൂട്ടത്തിൽ സെർവൻറ്റും ഉണ്ട്. കല്യാണം കഴിക്കുന്ന പെൺകുട്ടി ഡോക്ടറാണെങ്കിൽ നന്നെന്ന് നീ പറഞ്ഞല്ലോ. ആ കുട്ടിയെ മനസ്സിലോർത്തുകൊണ്ടാണോ നീ പറഞ്ഞത്? സുഷീല ചോദിച്ചു. പൊതുവേ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഗാഥ നല്ല കുട്ടിയാണമ്മേ. ഈഗോയുള്ള കൂട്ടത്തിലല്ല അവൾ. എന്നോട് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുന്നത്. അവൾക്ക് എന്തെങ്കിലും മോഹമുണ്ടെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ എന്നറിയില്ല. അതേക്കുറിച്ച് എന്നോട് ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷേ അവരുടെ ഒരു ഫാമിലി ഫ്രണ്ട് 4-5 ദിവസം മുന്നേ എന്നോട് ചോദിച്ചു. എന്തു ചോദിച്ചു? സേതുമാധവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ സേതുവങ്കിൾ എന്നാണ് വിളിക്കാറ്. ഗാഥ വഴിയാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. സേതുവങ്കിൾ എന്നോട് ചോദിച്ചു ഗാഥയെ കല്യാണം കഴിച്ചുകൂടെ എന്ന്. സൂരജ് പറഞ്ഞു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? നമ്മുടെ വീട്ടുകാര്യങ്ങൾ ഞാൻ സേതുവങ്കിളിനോട് പറഞ്ഞു. നമ്മുടെ വീടിനിണങ്ങുന്നൊരു കുട്ടിയെ ഞാൻ വിവാഹം ചെയ്യുന്നതാണ് അമ്മയ്ക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു. അത് നന്നായി മോനെ. പക്ഷേ ഗാഥയെക്കുറിച്ച് അമ്മയോട് നേരിട്ട് സംസാരിക്കാൻ അങ്കിൾ വരാനിരിക്കുക. അത് വേണ്ട. എന്തെങ്കിലും കാരണം പറഞ്ഞ് നീ അത് ഒഴിവാക്കണം. തൽക്കാലം നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കണ്ട. നിൻ്റെ കോഴ്സ് കഴിഞ്ഞ് മതി. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോസ്റ്റിംഗ് കിട്ടട്ടെ. അത് കഴിഞ്ഞ് മാത്രം മതി കല്യാണക്കാരെ ആലോചിക്കുന്നത്. സൂരജ് മൂളി. അത്താഴം കഴിച്ചു കഴിഞ്ഞിട്ട് അല്പനേരം കൂടി സംസാരിച്ചതിന് ശേഷമാണ് രണ്ടുപേരും ഉറങ്ങാൻ കിടന്നത്. നേരം വെളുത്തപ്പോൾ തന്നെ രജനി വന്നു. സൂരജ് അപ്പോഴും ഉറക്കമുണർന്നിരുന്നില്ല. ശ്രീപാർവതിയുടെ കാര്യം ചേച്ചി മോനോട് പറഞ്ഞോ? അവൾ ചോദിച്ചു. ഇല്ല, വെട്ടിത്തുറന്ന് ഞാനങ്ങനെ പറയും. അവർ തമ്മിൽ കാണട്ടെ, അത് കഴിഞ്ഞ് നയത്തിൽ അഭിപ്രായം ചോദിക്കാം, സുശീല പറഞ്ഞു. സൂരജ് പോലെ ഞാൻ ആ കൃഷിഭവനിലേക്കൊന്ന് കൊണ്ടുപോകാം. കൃഷി ഓഫീസർക്ക് കാണണമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവൻ വരുമോ? സുശീല സംശയിച്ചു. അതിനു മുമ്പ് ഞാൻ ശ്രീപാർവതി ഒന്ന് വിളിച്ചു നോക്കാം. ആളിന്നിവിടെ ഉണ്ടോ എന്ന് അറിയണമല്ലോ. 10 മണിയായപ്പോൾ ശ്രീപാർവതിയെ രജനി ഫോണിൽ വിളിച്ചു. നമ്മുടെ സുശീല ചേച്ചിയുടെ മോൻ ഡോക്ടർ വന്നിട്ടുണ്ട്. സാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് പറഞ്ഞു. സാറിന്ന് ഓഫീസിൽ കാണുമോ? അവൾ ചോദിച്ചു. ഞാനിന്ന് സുശീല ചേച്ചിയുടെ വീടിനടുത്തുള്ള വയലിൽ വരുന്നുണ്ട്. അപ്പോൾ വീട്ടിലും കയറാം. ഡോക്ടറെ വെറുതെ ഇങ്ങോട്ട് വരുത്തണ്ട, ശ്രീപാർവതി പറഞ്ഞു. എന്നാൽ അതാ സാറേ നല്ലത്. അതറിഞ്ഞപ്പോൾ സുശീലയ്ക്കും സന്തോഷമായി. കൃഷിഭവനിലേക്ക് സൂരജ് പോകുമെന്ന് അവൾക്ക് വിശ്വാസമില്ലായിരുന്നു. 11 മണി കഴിഞ്ഞപ്പോൾ ശ്രീപാർവതി സ്കൂട്ടറിലെത്തി. സൂരജ് അപ്പോൾ മുറ്റത്ത് നിന്നുകൊണ്ട് ഒരു സുഹൃത്തിനോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അവളെ കണ്ട് അയാളെ സംസാരം അവസാനിപ്പിച്ചു. സുശീല ചേച്ചിയുടെ മകനല്ലേ? അയാളെ കണ്ട് ശ്രീപാർവതി ചോദിച്ചു. ഡോക്ടറെക്കുറിച്ച് അമ്മയും രജനി ചേച്ചിയും പറഞ്ഞിരുന്നു. ഞാനിവിടുത്തെ പുതിയ അഗ്രികൾച്ചർ ഓഫീസറാണ്. ശ്രീപാർവതി. അതെയോ? സന്തോഷം. അമ്മയ്ക്കും കൃഷി ജീവനാണ്. എനിക്കാണെങ്കിൽ സമയം കിട്ടാറുമില്ല, ചിരിച്ചുകൊണ്ട് സൂരജ് പറഞ്ഞു. അടുക്കളയിൽ നിന്നുകൊണ്ട് സുശീലയും രജനിയും അവർ സംസാരിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു.
ശ്രീപാർവതിയുടെ നാട് എവിടെയാണ്? സൂരജ് ചോദിച്ചു. വടശ്ശേരിക്കര. അവിടെ എനിക്കൊരു ഫ്രണ്ടുണ്ട്, വിവേക് തോമസ്, MBBS, എൻ്റെ ബാച്ചായിരുന്നു. വീട്ടുപേര് കളപ്പുരയ്ക്കൽ. എനിക്കറിയാം, ഞാൻ ആ വീട്ടിൽ പോകാറുണ്ട്. വിവേകിൻ്റെ സിസ്റ്റർ എൻ്റെ ഫ്രണ്ടാണ്. അവർ സൗഹൃദത്തോടെ സംസാരിച്ചുകൊണ്ട് അല്പനേരം നിന്നു. അത് കഴിഞ്ഞാണ് സുശീലയും രജനിയും പുറത്തേക്ക് ഇറങ്ങി വന്നത്. അല്ല, നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? അത്ഭുതഭാവത്തിൽ സുശീല ചോദിച്ചു. ഇല്ലമ്മേ, സംസാരിച്ചപ്പോഴല്ലേ എൻ്റെ ഒരു ഫ്രണ്ട് ശ്രീപാർവതിയുടെ നാട്ടുകാരനാണെന്നറിയുന്നത്, സൂരജ് പറഞ്ഞു. എന്തായാലും ഇങ്ങോട്ട് വന്നത് വെറുതെ ആയില്ല. ആൻറ്റിയുടെ മോനെ പരിചയപ്പെടാൻ കഴിഞ്ഞല്ലോ. എന്തായാലും കൺസൾട്ടേഷൻ ഫീ കൊടുക്കാതെ ഒരു ഡോക്ടറെ കാണാൻ പറ്റുന്നത് സന്തോഷമല്ലേ, അവൾ പറഞ്ഞു. ശ്രീപാർവതിക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണോ? നമ്പർ കൊടുത്തേക്ക് സൂരജ്. എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ വിളിച്ചാൽ മതി, സുശീല പറഞ്ഞു. സൂരജ് നമ്പർ പറഞ്ഞു കൊടുത്തു. ശ്രീപാർവതി അത് സേവ് ചെയ്തു. അല്പനേരം കൂടി സംസാരിച്ച ശേഷമാണ് അവളെ യാത്ര പറഞ്ഞു പോയത്. നല്ല മിടുക്കി കുട്ടി അല്ലേടാ, സുശീല ചോദിച്ചു. സൂരജ് മൂളിയതേ ഉള്ളൂ. പുതിയ കൃഷി ഓഫീസറെ എല്ലാവർക്കും വലിയ കാര്യമാണ്. ആരെന്താവശ്യം പറഞ്ഞാലും ഉടൻ ഓടിച്ചെല്ലും, രജനി പിന്തുണച്ചു. അന്ന് വൈകുന്നേരം സൂരജ് തിരുവനന്തപുരത്തേക്ക് തിരിച്ചുപോയി. അവർ തമ്മിൽ നല്ല ചേർച്ചയുണ്ടല്ലേ ചേച്ചി? പക്ഷേ അവൻ്റെ മനസ്സിപ്പോഴും മറ്റേ കൂട്ടുകാരിയിലാണെന്ന് തോന്നുന്നു, അല്പം ഒരു നിരാശയോടെ സുശീല പറഞ്ഞു. ഗാഥയെക്കുറിച്ച് രജനിയോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു സുശീല. കോഴ്സ് കഴിഞ്ഞ് സൂരജ് മോർണിംഗ് വരില്ലേ ചേച്ചി? നമ്മുടെ ശ്രീപാർവതി കൊച്ച് ഇവിടെ കാണുമല്ലോ. തന്നെയല്ല, നമ്പർ മേടിച്ചിട്ടുണ്ടല്ലോ. ആ കൊച്ചിനൊരാഗ്രഹം ഇട്ട് കൊടുത്താൽ മതി. അത് ഞാൻ ഏറ്റു, കയറിയങ്ങ് പടർന്നോളൂ, രജനി പറഞ്ഞു. നമുക്ക് നോക്കാം. പിറ്റേന്ന് രാവിലെ 10 മണി കഴിഞ്ഞപ്പോൾ അപരിചിതരായ 2 സ്ത്രീകൾ ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് കയറി വന്നു. നന്നായി വേഷം ധരിച്ച് അവർ സുശീലയെ കണ്ട് പുഞ്ചിരിച്ചു. സൂരജ് ഡോക്ടറുടെ അമ്മയല്ലേ? അതിലൊരാൾ ചോദിച്ചു. ഞങ്ങളൊരു കാര്യം സംസാരിക്കാൻ വന്നതാണ്. ഞാൻ വിജയലക്ഷ്മി, ഇതെൻ്റെ അനിയത്തി ജയശ്രീ, പ്രായം കൂടിയ സ്ത്രീ പറഞ്ഞു. വന്നാട്ടെ, സുശീല അവരെ ക്ഷണിച്ചു. വിജയലക്ഷ്മിയും ജയശ്രീയും പരസ്പരം നോക്കി ശുദ്ധമായൊന്ന് പുഞ്ചിരിച്ചു. അദ്ദേഹം 15. ജയശ്രീ വെറുതെ ചുറ്റൊന്ന് നോക്കി. ചെറുതെങ്കിലും ഓടുമേഞ്ഞ വൃത്തിയുള്ള വീടായിരുന്നു അത്. നല്ല വെടിപ്പും വൃത്തിയും. മുറ്റത്ത് പലതരത്തിലുള്ള ചെടികൾ പൂവിട്ട് നിൽക്കുന്നു. അവർ ഇത്രയും വിചാരിച്ചിരുന്നില്ല. വിജയലക്ഷ്മിയുടെ പിന്നാലെ ജയശ്രീ വരാന്തയിലേക്ക് കയറി. അവിടെ നിന്നും ചെറിയ സ്വീകരണ മുറിയിലേക്കും. ഇരിക്കൂ, സുശീല പറഞ്ഞു. അടുത്തടുത്ത 2 കസേരകളിൽ വിജയലക്ഷ്മിയും ജയശ്രീയും ഇരുന്നു. സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ്റെ ഫോട്ടോ സ്റ്റീൽ ഫ്രെയിം ഇട്ട് TV സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് സൂരജിൻ്റെ ഫോട്ടോ ആയിരിക്കുമെന്ന് അവർക്ക് തോന്നി. മനസ്സിലായില്ലേ എവിടുന്നാണ് വരുന്നത്? ആതിഥ്യമര്യാദയോടെ സുശീല തിരക്കി. ഞങ്ങൾ ഹരിപ്പാട്ട് നിന്നാണ് വരുന്നത്, വിജയലക്ഷ്മി പറഞ്ഞു. ഹരിപ്പാട് എന്ന് കേട്ടപ്പോൾ സുശീല ഒന്ന് പകച്ചു. ഹരിപ്പാട്ടുകാരൻ ഒരു രാഹുലാണല്ലോ, കുറേ നാൾ മുമ്പ് ഇവിടെ വന്ന് തോന്നിയസം പറഞ്ഞത്. ഹരിപ്പാട്ട് വന്നിട്ടുണ്ടോ സുശീല? ജയശ്രീ ചോദിച്ചു. അവിടെ മണ്ണാറശാല അമ്പലത്തിൽ വന്നിട്ടുണ്ട്, പിന്നെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും, സുശീല പറഞ്ഞു. ഞങ്ങളും അമ്പലപ്പുഴ അമ്പലത്തിൽ വന്നതാണ്. സുശീലയെ കാണേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു, വിജയലക്ഷ്മി പറഞ്ഞു. എന്താ? അതറിയാൻ സുശീലയ്ക്ക് ആകാംക്ഷയായി. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, എൻ്റെ മകൻ കാണിച്ച അവിവേകത്തിന് മാപ്പ് പറയാൻ. 2, സുശീലയുടെ മകനെ ഒരു വലിയ ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ. സുശീല അറിയാതൊന്നും ഞെട്ടി. ഈ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. എല്ലാം സാവകാശം പറയാം. നല്ല ദാഹമുണ്ടേ, കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ, വിജയലക്ഷ്മി പറഞ്ഞു. മൺകൂജയിൽ രാമച്ചമിട്ട് വെച്ചിരുന്ന വെള്ളം ഉണ്ടായിരുന്നു. വിജയലക്ഷ്മി ചെന്ന് 2 ഗ്ലാസ്സുകളിലേക്കും വെള്ളം പകർന്ന് ജയശ്രീക്കും വിജയലക്ഷ്മിക്കും കൊണ്ടുവന്ന് കൊടുത്തു. 2 പേരും അത് വാങ്ങി കുടിച്ചു. നല്ല കുളിർമയുള്ള വെള്ളം. അടുത്ത കാലത്തതും ഇത്ര രുചിയുടെ വെള്ളം കുടിച്ചിട്ടില്ല, വിജയലക്ഷ്മി പറഞ്ഞു. കുറേ നാൾ മുമ്പ് രാഹുൽ എന്നൊരു പയ്യൻ ഇവിടെ വന്ന് ചില വേണ്ടാദിനങ്ങളൊക്കെ പറഞ്ഞില്ലേ? എൻ്റെ മകനായിരുന്നത്. തെറ്റാണ് അവൻ ചെയ്തത്. അവന് വേണ്ടി ഞാൻ സുശീലയോട് മാപ്പ് ചോദിക്കുന്നു, ജയശ്രീ പറഞ്ഞു. സുശീല അവളുടെ മുഖത്തേക്കൊന്ന് തുറച്ചു നോക്കി. ഇത്രയും നാളുകൾക്ക് ശേഷം ഇപ്പോൾ ഖേദം പ്രകടിപ്പിക്കാൻ വരാൻ തക്കതായ എന്തോ കാരണമുണ്ട്. അന്ന് തന്നെ ഞാൻ നിങ്ങളുടെ മകന് മാപ്പ് കൊടുത്തല്ലോ. അതുകൊണ്ടല്ല ഞാൻ കേസ് പിൻവലിച്ചത്, അവനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിട്ടയച്ചതും, സുശീല പറഞ്ഞു. അതെ, എന്നാലും അവൻ്റെ അമ്മയെന്ന നിലയിൽ എനിക്കൊരു കടമയുണ്ട്. ഇവിടെ വന്ന് സുശീലയോട് ക്ഷമ പറയാൻ. അന്നേ അത് ആഗ്രഹിച്ചതാണ്,
പക്ഷെ വീണ്ടും ഒന്നും സുശീലയെ ശല്യപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ വരാൻ ഒരു കാരണം കൂടി ഉണ്ടായി. സുശീലയുടെ മോൻ സൂരജിനെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയിക്കാനുണ്ട്, വിജയലക്ഷ്മി പറഞ്ഞു. എന്താണ്? ഉത്കണ്ഠയോടെ സുശീല അവരുടെ മുഖത്തേക്ക് നോക്കി. സുശീലയുടെ മകൻ ഡോക്ടറാണ്, PG സ്റ്റുഡൻ്റാണ്. നല്ല കുടുംബത്തിൽ നിന്നും ഒരു പെൺകുട്ടിയെ മകനും ഭാര്യയായിട്ട് കിട്ടുകയും ചെയ്യും. പക്ഷേ ഒരമ്മയും മകളും കൂടി സുശീലയുടെ മകനെ കൈപ്പിടിയിലാക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്, വിജയലക്ഷ്മി പറഞ്ഞു. ഗാഥയുടെ കാര്യമാണ് അവരുദ്ദേശിച്ചതെന്ന് ഉടനെ തന്നെ സുശീലയ്ക്ക് മനസ്സിലായി. പക്ഷെ അവർ അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം അറിയല്ലോ. ഏത് പെണ്ണ്? അറിയാത്ത മുട്ടതടിച്ച് സുശീല ചോദിച്ചു. MBBS കഴിഞ്ഞ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട്, ഗാഥ. അവൾ ഞങ്ങളുടെ ബന്ധുവാണ്. എൻ്റെ ആങ്ങള ഡോക്ടർ ഗിരീഷാണ് അവളുടെ അച്ഛൻ. 7-8 വർഷം മുമ്പ് അവൻ മരിച്ചുപോയി. ഇപ്പോൾ അമ്മയും മോളും തന്നിഷ്ടത്തോടെ ജീവിക്കുന്നു, വിജയലക്ഷ്മി പറഞ്ഞു. എൻ്റെ മോൻ രാഹുലും ഗാഥയും കളിക്കൂട്ടുകാരാണ്. അന്നേ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു രാഹുലിനുള്ളതാണ് ഗാഥയെന്ന്. ഇന്ന് അവനൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയറാണ്. ഞാൻ ഗാഥയെ വേണ്ടെന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുക, ജയശ്രീ പറഞ്ഞു. അതെന്താ? അഴിഞ്ഞാടി നടക്കുന്ന ഒരുത്തിയുടെ മോളെ അവന് വേണ്ടാന്ന്. ഹരിപ്പാട് ഞങ്ങൾക്ക് തലയുയർത്തി നടക്കാൻ വയ്യാത്ത സ്ഥിതിയാണ്. ആ സ്ത്രീ സർക്കാർ സർവീസിൽ എഞ്ചിനീയർ എന്നാണെന്നല്ലേ അറിഞ്ഞത്? വിശ്വാസം വരാതെ സുശീല പറഞ്ഞു. അതുകൊണ്ട് തൻ്റെ ഇടം കൂടി. അനാശാസ്യത്തിന് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടി കാസർഗോഡിന്. പിന്നെ ആരുടെയൊക്കെയോ കാല് പിടിച്ചിപ്പോൾ തിരുവനന്തപുരത്തിന് കിട്ടി. സത്യമാണോ നിങ്ങളീ പറയുന്നത്? ഞെട്ടലോടെ സുശീല അവരെ നോക്കി. ഞങ്ങളെന്തിന് കള്ളം പറയണം? അല്ലെങ്കിൽ അന്വേഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റില്ലേ? സുശീല അന്വേഷിക്കണം, അല്ലെങ്കിൽ സുശീലയുടെ മോനെ ഒരു വലയിൽ കൊടുക്കും, ജയശ്രീ പറഞ്ഞു. മാനമര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ആ കുട്ടിയുടെ അമ്മയെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്, സുശീല പറഞ്ഞു. വിജയലക്ഷ്മി പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. മാനമില്ല, മര്യാദയില്ല അവൾക്ക്. ഭർത്താവ് മരിച്ച കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകൾ മക്കളുടെ കാര്യങ്ങൾ നോക്കി അടക്കത്തോടെയും ഒതുക്കത്തോടെയും ജീവിക്കും. ഭർത്താവ് മരിച്ച സുരഭിയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിൻ്റെ താക്കോല് കയ്യിൽ കിട്ടിയതുപോലെ. അവർ പറഞ്ഞു. എന്തിനാ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടിയത്? ജിജ്ഞാസ അടക്കാൻ കഴിഞ്ഞില്ല സുശീലയ്ക്ക്. ഗിരീഷ് മരിച്ചു കഴിഞ്ഞപ്പോൾ പണ്ട് കോളേജിൽ പഠിച്ചിരുന്ന കാലത്തെ കാമുകനെ അവൾ വിളിച്ചു വരുത്താൻ തുടങ്ങി. സേതുമാധവൻ എന്നാണ് അയാളുടെ പേര്. ഒരിക്കലും ഹരിപ്പാട്ട വീട്ടിലും അയാൾ വന്നായിരുന്നു. രാഹുലിനത് ഇഷ്ടപ്പെട്ടില്ല. ഇനി വന്ന കാല് രണ്ടും തല്ലിയടിക്കുമെന്ന് അവൻ പറഞ്ഞു. പേടിച്ചിട്ട് പിന്നെ അയാൾ അവിടെ വന്നിട്ടില്ല. സേതുമാധവൻ. ഒരിക്കൽ സൂരജ് ആ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് സുശീലയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അവളെയും കൊണ്ട് അയാൾ കോവളത്തും കന്യാകുമാരിയിലൊക്കെ ഹോട്ടലിൽ റൂമെടുത്തു താമസിച്ചിട്ടുണ്ട്. ആരോ അതറിഞ്ഞ് സർക്കാരിൽ പരാതി അയച്ചു. അന്വേഷിച്ചപ്പോൾ അത് ശരിയാണെന്ന് തെളിഞ്ഞിട്ടാണ് കാസർഗോഡിന് ട്രാൻസ്ഫർ ചെയ്തത്, വിജയലക്ഷ്മി പറഞ്ഞു. സുശീല സ്തംഭയായിട്ടിരുന്നു. അമ്മയുടെ ഈ വഴിവെട്ട പ്രവൃത്തികൾക്കെല്ലാം മോളുടെ ഫുൾ സപ്പോർട്ടുണ്ട്. അതാണ് കഷ്ടം. കുടുംബത്തിൽ പറഞ്ഞ ആരെങ്കിലും ആ പെണ്ണിനെ കല്യാണം കഴിക്കുമോ? ഇല്ലെന്ന് അമ്മയ്ക്കും മോൾക്കും അറിയാം. അതിനാണ് സുശീലയുടെ മോനെ കറക്കിയെടുത്തിരിക്കുന്നത്, ജയശ്രീ പറഞ്ഞു. ആ വിചാരം തെറ്റാണ്. എൻ്റെ മോനെ ആർക്കും കറക്കിയെടുക്കാൻ പറ്റത്തില്ല. അവനെ ഞാനാണ് വളർത്തിയത്. നേരായ വഴിവിട്ട് അവൻ എങ്ങോട്ടും പോകത്തില്ല, സുശീല ഉറപ്പിച്ചു പറഞ്ഞു. സുശീലയുടെ വിശ്വാസം സുശീലയെ രക്ഷിക്കട്ടെ. ഞങ്ങൾ അറിയിക്കാനുള്ളത് അറിയിച്ചെന്ന് മാത്രം. പിന്നീട് ദുഃഖിക്കാൻ ഇടവരുത്തരുത്. വിജയലക്ഷ്മി മുഖം തിരിച്ച് ജയശ്രീ ഒന്ന് നോക്കി. ജയശ്രീ ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായി. തൽക്കാലം ഇത്രയും മതി, ഇനി പോകാം. ഞങ്ങൾ പറഞ്ഞത് സുശീലയ്ക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ പറഞ്ഞതെല്ലാം 100% സത്യം തന്നെയാണ്. മോൻ്റെ കാര്യത്തിലൊരു ശ്രദ്ധയുണ്ടാകുന്നത് നല്ലതാണ്. കൂടുതലൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. വിജയലക്ഷ്മിയും ജയശ്രീയും പോകാനായി എഴുന്നേറ്റു. ഇപ്പോൾ തന്നെ മോൻ്റെ മനസ്സ് കൈവിട്ടു പോയി കാണും. ആ പെണ്ണ് അത്ര മിടുക്കിയാണ്. അമ്മയുടെ മോളല്ലേ, ആ സാമർത്ഥ്യം കിട്ടാതിരിക്കുമോ? അവസാനമായിട്ട് വിജയലക്ഷ്മി പറഞ്ഞു. എൻ്റെ മോൻ ഒരിക്കലും അനുസരണക്കേട് കാണിക്കുകയില്ല. എൻ്റെ ആഗ്രഹത്തിനെതിരായിട്ട് അവനൊന്നും ചെയ്യുകയില്ല. എൻ്റെ അനുവാദമില്ലാതെ അവനൊരു തീരുമാനം എടുക്കുകയില്ല. ആത്മവിശ്വാസത്തോടെ, അതിലേറെ അഭിമാനത്തോടെയും സുശീല പറഞ്ഞു. എങ്കിൽ സുശീലയ്ക്ക് മോനും നല്ലത്, ജയശ്രീ പറഞ്ഞു. പിന്നെ രണ്ടുപേരും അവിടെ നിന്നില്ല. അവരാ വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡിലേക്ക് കയറി. അല്പം മാറി കാറ് പാർക്ക് ചെയ്തിട്ട് രാഹുൽ അതിനുള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. വിജയലക്ഷ്മിയും ജയശ്രീയും ചെന്ന് കാറിൽ കയറി. വല്ലതും നടക്കുമോ? രാഹുൽ ചോദിച്ചു. നീ നോക്കിക്കോ. വല്ലതുമല്ല, നമ്മൾ വിചാരിച്ചതെല്ലാം നടക്കും, വിജയലക്ഷ്മി പറഞ്ഞു.
അമ്മയും മോളും തോറ്റ് തുന്നമ്പാടി ഒടുവിൽ നമ്മുടെ കാൽക്കൽ വരും. അവളെ നിനക്ക് തന്നെ കിട്ടും മോനെ, ജയശ്രീ പറഞ്ഞു. ഒന്നും വേണ്ട, അവൾക്കവനെ കിട്ടാതിരുന്നാൽ മാത്രം മതിയായിരുന്നു. എന്തൊരു അഹങ്കാരം ആ പെണ്ണിന്, പകയോടെ രാഹുൽ പറഞ്ഞു. അവൻ കാറ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. അന്ന് രാത്രിയിൽ സുരഭിയും ഗാഥയും കൂടിയാണ് ഭക്ഷണം കഴിക്കാനിരുന്നത്. ധന്യയും റോഷിനിയും നേരത്തെ കഴിച്ചിട്ട് അവരവരുടെ മുറികളിൽ ചേക്കേറിയിരുന്നു. അമ്മയോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഗാഥ സംസാരം തുടങ്ങി വെച്ചു. എന്താണെന്ന അർത്ഥത്തിൽ സുരഭി അവളെ നോക്കി. പുതിയ കാര്യമല്ല, നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി 1 മാസം കൂടിയുള്ളൂ ഞങ്ങളുടെ ഇൻറ്റേൺഷിപ്പ്. അത് കഴിഞ്ഞാൽ ധന്യയും റോഷിനിയും അവരവരുടെ വഴിക്ക് പോകും, ഗാഥ പറഞ്ഞു. അവളെന്താണ് പറഞ്ഞു വരുന്നതെന്ന് സുരഭിക്ക് മനസ്സിലായില്ല. അടുത്ത മാസം സൂരജും ഡിസർട്ടേഷൻ സബ്മിറ്റ് ചെയ്യും, അതായത് ഗവേഷണ പ്രബന്ധം. അത് കഴിഞ്ഞാൽ സൂരജും തിരുവനന്തപുരത്തുണ്ടാവില്ല, അവൾ പറഞ്ഞു. അതായത് ഒടുവിൽ ഞാനും നീയും മാത്രം ഇവിടെ അവശേഷിക്കും എന്നല്ലേ, സുരഭി ചോദിച്ചു. അതെ, പോകുന്നതിന് മുമ്പ് അവർക്ക് മംഗളകർമ്മത്തിന് സാക്ഷിയാവണമെന്നുണ്ട്. പെട്ടെന്ന് സുരഭിക്ക് കാര്യം മനസ്സിലായി. ഗാഥ ഇത്രയും വളഞ്ഞു ചുറ്റി പറഞ്ഞു വന്നത് തൻ്റെ കല്യാണക്കാരിയാണ്. അതുകൊണ്ട് അമ്മ ഇനി ഒരു ഒഴിവും പറയരുത്. അത് നടന്നു കാണാൻ ഞങ്ങൾക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ മോളെ, സുരഭിയുടെ മുഖം സങ്കോചം കൊണ്ട് വിവരണമായി. എനിക്ക് മനസ്സിലായി, മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നല്ലേ അമ്മയെ ചിന്തിക്കുന്നത്. നമ്മളൊരു പബ്ലിസിറ്റിയും കൊടുക്കുന്നില്ല. ഒരു ക്ഷേത്രത്തിൽ വെച്ച് താലികെട്ട് നടത്തുന്നു, അടുത്ത ദിവസം നമ്മൾ കല്യാണം രജിസ്റ്റർ ചെയ്യുന്നു. അത്ര സിമ്പിളാണ് കാര്യങ്ങൾ, ഗാഥ പറഞ്ഞു. നീ പറയുന്നത് പോലെ അത്ര സിമ്പിളല്ല കാര്യങ്ങൾ. അല്ലെന്ന് അമ്മയ്ക്ക് തോന്നുന്നതാ. കല്യാണത്തിന് പങ്കെടുക്കാൻ 5 or 6 പേരുണ്ടാവും. മാരേജ് രജിസ്ട്രേഷൻ അവരിൽ 2 പേർ സാക്ഷികളാവും. അമ്മയുടെ ഓഫീസിൽ പോലും ആരും ഇപ്പോൾ അറിയണമെന്നില്ല. സുരഭിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അവൾ പറഞ്ഞത്. പക്ഷെ കാര്യത്തോടടുക്കുമ്പോൾ അറിയാതെ ഒരു വിറയൽ, തളർച്ച. ഇത്ര പെട്ടെന്ന് വേണോ മോളെ? 2 or 3 മാസം കൂടി കഴിഞ്ഞിട്ട് ആലോചിച്ചാൽ പോരെ? പോരാ, ഇപ്പോൾ തന്നെ വൈകി. നല്ല കാര്യങ്ങൾ അധികം നീട്ടിവെക്കാൻ പാടില്ല അമ്മേ. നമ്മളറിയാതെ തടസ്സങ്ങൾ തലപൊക്കിയെന്ന് വരാം. നാളെ തന്നെ ഞാൻ സേതുവങ്കളിനെ വിളിച്ച് സംസാരിക്കാൻ പോവാം, ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച്, ഗാഥ പറഞ്ഞു. മോളെ, സുരഭി നിസ്സഹായതയോടെ അവളെ നോക്കി. ആരെങ്കിലും മുൻകൈ എടുത്തില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നടക്കില്ല. അമ്മയുടെ കാര്യത്തിൽ എനിക്കല്ലാതെ വേറെ ആർക്കാണ് ഉത്തരവാദിത്വം? എനിക്കറിയില്ല, ഒക്കെ നിൻ്റെ ഇഷ്ടം. പിന്നെ സേതു ആയതുകൊണ്ട് എനിക്ക് വേറൊരു പേടിയില്ല, സുരഭി പറഞ്ഞു. അതെ, അതാണമ്മ ഏറ്റവും പ്രധാനം, പുഞ്ചിരിയോടെ ഗാഥ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ അവൾ സേതുമാധവനെ വിളിച്ച് ആമുഖത്തിന് ശേഷം കാര്യത്തിലേക്ക് കടന്നു. ഇത് നീട്ടിവെക്കണോ നിങ്ങളെ? വേണ്ട കഥ, പക്ഷെ ഞാനിതുവരെ വേറെ ആരോടും ഇക്കാര്യം പറഞ്ഞിട്ടില്ല. ബന്ധുക്കളെന്ന് പറയാൻ എനിക്ക് അധികം പേരൊന്നുമില്ല. ഗോപിയും ദേവികയും ഇപ്പോൾ സ്ഥലത്തുണ്ടല്ലോ, ഞാൻ അവരുമായിട്ടൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഡേറ്റ് തീരുമാനിക്കാം, അയാൾ പറഞ്ഞു. അത് മതി എങ്കിലേ, പക്ഷേ 1 മാസത്തിനുള്ളിൽ. അതിൽ മാറ്റം വരാതിരുന്നാൽ മതി. ഇല്ല മോളെ, നമുക്ക് തയ്യാറെടുപ്പിന് അധികം സമയമൊന്നും വേണ്ടല്ലോ. ഗോപിയോട് സംസാരിച്ചിട്ട് ഞാൻ വിളിക്കാം. അത് മതി എങ്കിൽ. ഗാഥയ്ക്കും സമാധാനമായി. അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ സൂരജ് അവളെ വിളിച്ചു. എന്താ സൂരജ്? അവൾ കോളെടുത്തു. അടുത്ത സാറ്റർഡേ നമ്മുടെ മനീഷയുടെ ബർത്ത്ഡേ ആണ്. സൂത്രത്തിൽ ഞാൻ ചോർത്തിയെടുത്തതാണ് ഈ വിവരം. അവൾക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ട്. ഗാഥയുടെ ഹെൽപ്പ് വേണം, അയാൾ പറഞ്ഞു. ഗിഫ്റ്റ് വാങ്ങാനോ? അല്ല, സെലക്ട് ചെയ്യാൻ. എനിക്ക് ഇക്കാര്യത്തിൽ ഒരു പിടിപാടുമില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ആർക്കും ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തില്ല. കണ്ടോ, എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങിത്തരാത്തതിൻ്റെ കുഴപ്പമാണ്. അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ പരിചയം കിട്ടിയേനെ, അവൾ കളിയാക്കി. ഗാഥയുടെ ബർത്ത്ഡേ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നോട് ചോദിച്ചിട്ടുമില്ല. എങ്കിൽ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നു. നവംബർ 17, അവൾ പറഞ്ഞു. അതിന് ഇനിയും മാസങ്ങൾ കഴിയണമല്ലോ, സൂരജ് ഗതിച്ചു. മനീഷയ്ക്ക് കൊടുക്കാൻ ഒരു ഗിഫ്റ്റ് സെലക്ട് ചെയ്യണം, അതല്ലേ ഇപ്പോൾ ആവശ്യം? അത് ഞാൻ ഏറ്റു, നാളെ പറയാം, അവൾ സമ്മതിച്ചു. താങ്ക് യു, നമ്മൾ 2 പേരും കൂടിയാണ് അത് കൊടുക്കാൻ പോകുന്നത്, അയാൾ പറഞ്ഞു. ഗ്രേറ്റ് ഐഡിയ, ഞാനും വരാം. അവൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സൂരജിന് സുശീലയുടെ കോഡ് വന്നത്. അമ്മ വിളിക്കുന്നു, എന്താണെന്ന് ചോദിക്കട്ടെ, നമുക്ക് പിന്നെ സംസാരിക്കാം, അയാൾ പറഞ്ഞു. ശരി. അവൾ കോൾ കട്ട് ചെയ്തു. സൂരജ് ഉടൻ തന്നെ സുശീലയുടെ കോൾ അറ്റൻഡ് ചെയ്തു. നീ തിരക്കിലാണോ? സുശീല ചോദിച്ചു. അല്ലമ്മേ, ഒരു കാര്യം അറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. ഗൗരവസ്വരത്തിലായിരുന്നു സുശീല. എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന് സൂരജിനും തോന്നി. ആ ഗാഥയുടെ അമ്മയ്ക്ക് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ട് എത്ര നാളായി?
ഹരിപ്പാട്ടായിരുന്നില്ലേ അവർ? അവിടെ നിന്നാണോ തിരുവനന്തപുരത്തിന് പോയത്? അതെ. അങ്ങനെയല്ലല്ലോ ഞാൻ അറിഞ്ഞത്. കാസർഗോഡിനാണ് ആദ്യം ട്രാൻസ്ഫർ ചെയ്തതെന്ന്. ശരിയാണോ? ശരിയാണ്. കാസർഗോഡിനാണ് ആദ്യം ട്രാൻസ്ഫർ ചെയ്തത്. പിന്നെ ചീഫ് എഞ്ചിനീയറെ കണ്ട് റിക്വസ്റ്റ് ചെയ്തപ്പോഴാണ് തിരുവനന്തപുരത്തിന് കിട്ടിയത്. ആരാ ഇതൊക്കെ അമ്മയോട് പറഞ്ഞത്? ആരെങ്കിലും ആവട്ടെ. ആരാണ് ഈ സേതുമാധവൻ? സേതു അങ്കിളിനെ കുറിച്ച് അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. സുരഭിയായിട്ട് അയാൾക്കുള്ള ബന്ധം എന്താണ്? സുരഭി ആൻറ്റിയും സേതു അങ്കിളും പണ്ട് ഒന്നിച്ച് കോളേജിൽ പഠിച്ചവരാണ്. അയാൾക്ക് ഭാര്യയും കുടുംബമൊന്നുമില്ലേ? സുശീല വീണ്ടും ചോദിച്ചു. ഭാര്യ ഒരു മകളും ഉണ്ട്. പക്ഷെ അവർ തമ്മിൽ ഡിവോഴ്സ് ആയതാണ്. അമ്മ എന്താ ഇപ്പോൾ ഇതൊക്കെ ചോദിക്കുന്നത്? ആരാ ഇതൊക്കെ പറഞ്ഞത്? ആകാംക്ഷയോട് സൂരജ് ചോദിച്ചു. അതൊക്കെ പിന്നീട് വിശദമായിട്ട് പറയാം. തൽക്കാലം നീ ഫോൺ വെച്ചോ. സുശീല ഉടൻ തന്നെ ഫോൺ കട്ട് ചെയ്തു. അവളുടെ അടുത്തപ്പോൾ രജനി ഇരിക്കുന്നുണ്ടായിരുന്നു. ചിന്തയിൽ മുഴുകി സുശീല ഒരു നിമിഷമായിരുന്നു. സൂരജ് മോൻ എന്തു പറഞ്ഞു ചേച്ചി? നമ്മൾ അറിഞ്ഞതെല്ലാം സത്യമാണ്. എന്തായാലും അവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കണം, സുശീല പറഞ്ഞു. അതിപ്പോൾ എത്ര പെട്ടെന്ന്? അവൻ്റെ കല്യാണം തീരുമാനിക്കണം. എത്രയും വേഗം ഒരു മോതിരമാറ്റമെങ്കിലും നടത്തണം. അല്ലെങ്കിൽ അവൻ കൈവിട്ടു പോകുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. രജനി അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. ശ്രീപാർവതി എവിടെയാണ് താമസിക്കുന്നത്? നിനക്കറിയാമോ? സുശീല പെട്ടെന്ന് ചോദിച്ചു. നമ്മുടെ കൂവളപ്പറമ്പിലെ മല്ലിക ടീച്ചറിൻ്റെ വീട്ടിലാണ്. എന്താ ചേച്ചി? നാളെ രാവിലെ തന്നെ ആ കുട്ടിയൊന്ന് കാണാൻ പോകണം. സൂരജിനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കണം. 100 വട്ടം ഇഷ്ടമായിരിക്കും, അതിലൊരു സംശയം വേണ്ട ചേച്ചി, രജനി ആവേശത്തോടെ പറഞ്ഞു. ഓഫീസിൽ ചെന്ന് സംസാരിക്കേണ്ട വിഷയമല്ലല്ലോ ഇത്. നാളെ രാവിലെ നമുക്ക് അങ്ങോട്ട് ചെല്ലാം. പിറ്റേന്ന് രാവിലെ 7 മണിയായപ്പോൾ സുശീലയും രജനിയും കൂടി ഒരു ഓട്ടോയിൽ മല്ലിക ടീച്ചറിൻ്റെ വീട്ടിലേക്ക് പോയി. പുതിയ 2 നില വീടായിരുന്നു അത്. റിട്ടയർ ചെയ്ത മല്ലിക ടീച്ചർ മാത്രമാണ് അവിടെ താമസം. ഭർത്താവ് മരിച്ചുപോയി. മക്കൾ 2 പേരും കല്യാണം കഴിച്ച് വിദേശത്താണ്. വീട്ടിൽ താമസിക്കാൻ കൂട്ടിന് ശ്രീപാർവതിയെ കിട്ടിയതിൽ സന്തുഷ്ടിയാണ് ടീച്ചർ. സുശീലയും രജനിയും മുറ്റത്ത് നിന്നപ്പോൾ പുതുതായി നട്ടുപിടിപ്പിച്ച റോസാ ചെടികൾ പരിശോധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ശ്രീപാർവതി. എന്താ 2 പേരും കൂടി? രാവിലെ എന്തോ വിശേഷമുണ്ടെന്ന് തോന്നല്ലോ. വിടർന്ന ചിരിയോടെ ശ്രീപാർവതി 2 പേരെയും അഭിമുഖീകരിച്ചു. ഒരു വിശേഷമുണ്ട് മോളെ, പ്രസന്നമായ മുഖത്തോടെ സുശീല പറഞ്ഞു. എന്താണ് വിശേഷം? സുശീലയും രജനിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അധ്യായം 16. സുശീലയുടെയും രജനിയുടെയും മുഖത്ത് തെളിഞ്ഞ സങ്കോചം കണ്ട് ശ്രീപാർവതി ഒന്നും പുഞ്ചിരിച്ചു. വിശേഷം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഡോക്ടർ സൂരജിൻ്റെ കാര്യമല്ലേ? അവൾ ചോദിച്ചു. അതെ, ശ്രീപാർവതിക്ക് അതെങ്ങനെ മനസ്സിലായി? ആശ്ചര്യത്തോടെ സുശീല അവളെ നോക്കി. ഊഹിച്ചതാണ്. എന്നാണ് ബർത്ത്ഡേ? ക്ഷണിക്കാൻ വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. സദ്യയ്ക്ക് പായസം ഉണ്ടാവുമല്ലോ. എത്ര തിരക്കാണെങ്കിലും ഞാൻ വന്നിരിക്കും. എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നറിയാതെ സുശീലയും രജനിയും നിന്നു. അടുത്ത സൺഡേ ആണെങ്കിൽ ഞാനിവിടെ കാണുകയില്ല. വെള്ളിയാഴ്ച വൈകുന്നേരം വീട്ടിലേക്ക് പോകും. ഞായറാഴ്ച ഒരു വിശേഷമുണ്ട്, ശ്രീപാർവതി പറഞ്ഞു. എന്ത് വിശേഷം? സുശീല തിരക്കി. അന്നെൻ്റെ വിവാഹ നിശ്ചയമാണ്. സുശീലയും രജനിയും ഒന്ന് ഞെട്ടി. നാട്ടിൽ തന്നെയുള്ള ആളാണ്. ശരിക്കും പറഞ്ഞാൽ 1ാം ക്ലാസ് മുതലേ ഒന്നിച്ച് പഠിച്ചവൻ. ഞാൻ കൃഷി പഠിക്കാൻ പോയി. രാജേഷ് മൃഗസംരക്ഷണം. അവനിപ്പോൾ വെറ്റിനറി ഡോക്ടറാണ്. ആശയറ്റവളെ പോലെ സുശീല നിന്നു. ഇനി ശ്രീപാർവതിയോട് എന്ത് പറഞ്ഞ് ഇവിടെ നിന്നും രക്ഷപ്പെടും? പക്ഷെ ഒരു ഭാഗ്യമുണ്ടായി. കല്യാണക്കാര്യം അങ്ങോട്ട് പറഞ്ഞ് നാണം കെടേണ്ടി വന്നില്ല. അത്രയും ആശ്വാസം. പെട്ടെന്നാണ് സുശീലയുടെ മനസ്സിലൊരു ബുദ്ധി ഉദിച്ചത്. അത് പറഞ്ഞ് തൽക്കാലം തടിതപ്പം. ഇടയ്ക്ക് രജനി മണ്ടത്തരമൊന്നും പറയാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നത് വെറുതെയായി, ചിരിച്ചുകൊണ്ട് സുശീല പറഞ്ഞു. അതെന്താണ്? സാറിനൊരു കല്യാണാലോചനയായിട്ടാണ് ഞങ്ങൾ വന്നത്, രജനി പറഞ്ഞു. അയ്യോ, എനിക്കോ? ആരാണ് പയ്യൻ? സൂരജിൻ്റെ ഒരു കൂട്ടുകാരന് വേണ്ടിയാണ്. ശ്രീപാർവതിയെ കണ്ടപ്പോൾ നിങ്ങൾ 2 നല്ല മാച്ചാണെന്ന് അവന് തോന്നി. ശ്രീപാർവതിയോടൊന്ന് സംസാരിക്കണമെന്ന് അവൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത്, ചിരിച്ചുകൊണ്ട് സുശീല പെട്ടെന്ന് പറഞ്ഞു. താങ്ക്സ്. എൻ്റെ കാര്യത്തിൽ സൂരജ് അത്രയെങ്കിലും താല്പര്യം എടുത്തല്ലോ. ഒന്ന് സംസാരിച്ചപ്പോൾ തന്നെ തോന്നി സൂരജ് നല്ലൊരു ഫ്രണ്ടായിരിക്കുമെന്ന്. ഞാൻ ബുക്ക്ഡായിപ്പോയി എന്ന് ഞാൻ തന്നെ സൂരജിനോട് വിളിച്ചു പറയാം. നമ്പർ എൻ്റെ കയ്യിലുണ്ടല്ലോ. സാരല്ലേ മോളെ, നമുക്ക് വിധിച്ചതല്ലേ നടക്കുള്ളൂ. ആരൊക്കെ എന്തൊക്കെ ആഗ്രഹിച്ചാലും, നെടുവീർപ്പോടെ സുശീല പറഞ്ഞു. അതെ, എന്തായാലും ഞാൻ വീട്ടിൽ പോയിട്ട് വരാം. ഞായറാഴ്ച കല്യാണ തീയതി തീരുമാനിക്കും. 2 പേരും കല്യാണത്തിന് വരണം. ക്ഷണിക്കാൻ ഞാനൊരു ദിവസം വീട്ടിലേക്ക് വരുന്നുണ്ട്. സൂരജിനെയും ക്ഷണിക്കുന്നുണ്ട്, അവൾ പറഞ്ഞു. ശരി, സമയം കിട്ടുമ്പോൾ അതുവഴി വരണേ. ഞങ്ങൾ ഇറങ്ങേ. തീർച്ചയായും വരും. ശ്രീപാർവതിയോട് യാത്ര പറഞ്ഞ് അവരവിടെ നിന്നിറങ്ങി.
ചേച്ചിക്ക് തക്ക സമയത്ത് ബുദ്ധി തോന്നിയതുകൊണ്ട് ചമ്മാതെ നമുക്ക് പോരാൻ പറ്റി, രജനി പറഞ്ഞു. ഞാൻ വിചാരിച്ചു നീ സൂരജിൻ്റെ കാര്യം പറയാതിരിക്കുന്നു. സത്യത്തിൽ പേടിച്ചുപോയി. എനിക്ക് വേറൊന്നും അപ്പോൾ മനസ്സിൽ തോന്നിയില്ല ചേച്ചി, അതുകൊണ്ടല്ലേ ഞാൻ. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗം കേൾക്കാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ജഷി വയനാട്.